കാരണം ഒരു കാലത്ത് പാപത്തിലായിരുന്ന ഞങ്ങളിൽ പലരും ഇന്ന് കർത്താവിൻ്റെ നാമത്തിൽ ഇവിടെ നിൽക്കണമെങ്കിൽ ആ യേശുവിൻ്റെ നാമത്തിൽ ഒരു വിടുതൽ അനുഭവിച്ചത് കൊണ്ടാണ്. അന്ന് വരെ പോയിരുന്ന മാർഗത്തിൽ നിന്നും യേശുവിൻ്റെ നാമം ഞങ്ങളെ വഴിമാറ്റി സത്യമാർഗത്തിൽ ഞങ്ങളെ നയിച്ചത് കൊണ്ടാണ്. എൻ്റെ നാട്ടിൽ ഒരു ചായക്കടയുണ്ട്. സ്ഥിരമായി അപ്പച്ചന്മാർ കൂടിയിരിക്കുന്ന ഒരു ചായക്കട. സ്ഥിരം ചായക്കടകളിലുണ്ടാകുന്ന കുറേ തമാശകളൊക്കെ എന്നും സംഭവിക്കുന്ന ഒരു ചായക്കട. അപ്പോൾ ഈ ചായക്കടയിൽ എനിക്ക് തോന്നുന്നു പാസ്പോർട്ട് ഓഫീസിൽ നിന്നാണോ പാസ്പോർട്ട് വെരിഫിക്കേഷനാണോ എന്തോ ഒരു അർജൻറ്റ് മാറ്ററുമായിട്ട് ഞങ്ങളുടെ അവിടെയുള്ളൊരു യുവാവിനെ തേടി ഒരു ബൈക്കിന് ഒരാൾ വന്നു. എനിക്ക് തോന്നുന്നു അത് പാസ്പോർട്ട് വെരിഫിക്കേഷൻ പോലീസാണെന്ന് തോന്നുന്നു. എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, ഞാൻ കണ്ടതല്ല, ഞാൻ കേട്ട ഒരു സംഭവമാണ്. അപ്പോൾ ഇദ്ദേഹത്തോട് ഈ ഒരു പേര് ചോദിച്ചു, ഇങ്ങനെ ഒരാൾ ഇവിടെ ഉണ്ടോ എന്നൊരു പേര് ചോദിച്ചു. അപ്പോൾ ആ പേര് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പല പ്രാവശ്യം പേര് ചോദിച്ചിട്ടും ആ ചായക്കടയിലുള്ള ആർക്കും ആ പേര് അറിയില്ല. ആ പേര് ആ ചായക്കടയിലുള്ള ഒരു വ്യക്തിക്കും പോലും അറിയില്ല. അപ്പോൾ ആ ചായക്കടയിൽ ചായ കുടിച്ചുകൊണ്ടിരുന്ന ഒരു ചേട്ടൻ, ഈ നമ്മുടെ കാരണവന്മാരൊക്കെ ഇങ്ങനെ നിലത്തിരുന്ന് ചായ കുടിക്കുന്ന രീതി ഉണ്ടല്ലോ, അപ്പം ഇങ്ങനെ താഴെ ഇരുന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന ആ ചേട്ടൻ ഇങ്ങനെ പറയുക, അത് വേറെ ആരുമല്ല, എൻ്റെ മകനാണ്. അത് വേറെ ആരുമല്ല, എൻ്റെ മകനെയാണ് അവർ അന്വേഷിക്കുന്നത്. അപ്പോൾ എല്ലാവരും കൂടി ഒരൊറ്റ ചിരി അങ്ങോട്ട് ചിരിച്ചു. അപ്പോൾ ചിരിയുടെ കാരണം വേറെ ഒന്നുമില്ല, ഈ മകൻ്റെ ഒറിജിനൽ പേര് പറഞ്ഞാൽ ആർക്കും അറിയില്ല. കാരണം ആ മകനൊരു നല്ലൊരു കളിപ്പേരുണ്ട്. അപ്പൻ്റെ പേരിനോട് കൂടി ചേർന്ന് തന്നെ മകൻ ഒരു നല്ലൊരു കളിപ്പേരുണ്ട്. ഞാൻ കളിപ്പേര് പറയുന്നില്ല, അവൻ ആ കളിപ്പേരിൽ അറിയപ്പെടുന്നത്. ചിലർക്ക് യഥാർത്ഥ പേരിൽ അറിയപ്പെടുന്നത് കുറവായിരിക്കും. ചില നാടുകളിൽ അങ്ങനെയാണ് അല്ലേ, നമ്മുടെ എല്ലാം നാട്ടിൽ അങ്ങനെയുണ്ട്. ഒരാളെങ്കിലും ഉണ്ടാവും. സ്വന്തം പേരിൽ ചോദിച്ചു കഴിഞ്ഞാൽ നാട്ടുകാർക്ക് ആർക്കും ഈ വ്യക്തിയെ അറിയത്തില്ല. പക്ഷേ കളിപ്പേര് പറഞ്ഞാൽ പെട്ടെന്ന് അത് ഇന്ന ആളാണ് എന്ന് പറയും, ഇന്ന വീടാണെന്ന് പറഞ്ഞ് പെട്ടെന്ന് പറഞ്ഞു വിടും. അപ്പോൾ ഈ അപ്പൻ അനുഭവിച്ചൊരു കഷ്ടത, അതായത് സ്വന്തം മകനെ കുറിച്ച് നാട്ടുകാരുടെ മുമ്പിൽ വേറൊരാൾ വന്ന് ചോദിച്ചപ്പോൾ അതെൻ്റെ മകനാണ്, എൻ്റെ വീട്ടിലേക്ക് അവനെ പറഞ്ഞു വിടാൻ പറയേണ്ട ഒരു അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കുക. ഞാൻ ഈ കാര്യം പറഞ്ഞത് ഒരു ചെറിയൊരു വിഷയം പറയാൻ വേണ്ടിയിട്ടാണ്. ഇന്നിവിടെ എല്ലാവരും എനിക്ക് തോന്നുന്നു നമ്മൾ പൊതുവെ അറിയപ്പെടുന്ന പേരെന്താ? പൊതുവെ നമ്മൾ അറിയപ്പെടുന്ന പേരെന്താ? ക്രിസ്ത്യാനി അല്ലേ? ആണോ? ക്രിസ്ത്യാനിയാണോ ഇവിടെയുള്ള എല്ലാവരും? ഞാൻ ക്രിസ്ത്യാനിയാണെന്ന് ഉറപ്പുള്ളവരെന്ന് കരം വയ്ക്കേ. ക്രിസ്ത്യാനിയാണ് ഞാനെന്ന് ഉറപ്പുള്ളവർ എല്ലാ കരവും വന്നു. യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനി എന്നുള്ളത് കളിയാക്കി വിളിച്ചതാണോ അതെയോ നോർമൽ പേരാണോ? നോർമൽ പേരാണ് അല്ലേ? ക്രിസ്തുവിൻ്റെ അനുയായി എന്ന തെറ്റാ. യഥാർത്ഥത്തിൽ കളിയാക്കി വിളിച്ച പേരാ. യഥാർത്ഥത്തിൽ കളിയാക്കി വിളിച്ചുകൊണ്ടിരുന്ന പേരാണ് ക്രിസ്ത്യാനി എന്നുള്ളത്. അതല്ലാതെ നമുക്കിപ്പോൾ പറയാം ക്രിസ്തുവിൻ്റെ അനുയായി ക്രിസ്ത്യാനി, അത് മലയാളത്തിലാണ് യഥാർത്ഥത്തിൽ അങ്ങനെ കിടക്കുന്നത്. നമുക്കത് ഒന്ന് പരിശോധിച്ച് നോക്കാം. നമുക്കൊരു വാക്യം വായിക്കാം. അപ്പസ്തോല പ്രവൃത്തി അതിൻ്റെ 9-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യം നമ്മളൊന്ന് വായിക്കുക. അപ്പസ്തോല പ്രവൃത്തി 9-ാം അധ്യായം 2-ാം വാക്യം. നമ്മളിത് ചിന്തിക്കുന്നത് ഇന്ന് കളിയാക്കി വിളിച്ചതാണോ ഒറിജിനലാണോ എന്നുള്ളതല്ല പ്രശ്നം. ഞാൻ ഇന്ന് യഥാർത്ഥ ക്രിസ്ത്യാനിയാണോ എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കുകയാണ് നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം. നമുക്ക് വാക്യം ഒന്ന് വായിക്കാം, വായിച്ചോളൂ. അവൻ പ്രധാന പുരോഹിതനെ സമീപിച്ച് ക്രിസ്തുമാർഗം സ്വീകരിച്ച സ്ത്രീ പുരുഷന്മാരിൽ ആരെ കണ്ടാലും അവരെ ബന്ധനസ്ഥനാക്കി ജെറുസലേമിലേക്ക് കൊണ്ടുവരാൻ ദമാസ്കസിലെ സിനഗോഗുകളിലേക്കുള്ള അധികാരപത്രങ്ങൾ ആവശ്യപ്പെട്ടു. ഇവിടെ ക്രിസ്ത്യാനിയെ കുറിച്ച് പറയുന്ന വാക്ക് എന്താണ്? ക്രിസ്തു മാർഗം സ്വീകരിച്ച അല്ലേ? ക്രിസ്തു മാർഗം. യഥാർത്ഥത്തിൽ വിശുദ്ധ വേദപുസ്തകം ക്രിസ്തുവിൻ്റെ കൂടെ നടക്കുന്നവരെ കുറിച്ച് പറയുന്നത് ക്രിസ്തു മാർഗം സ്വീകരിച്ചവനെന്ന, ആ മാർഗത്തിൽ ആയിരിക്കുന്നവൻ. യഥാർത്ഥത്തിൽ ക്രിസ്തു മതമാണോ ക്രിസ്തു മാർഗമാണോ? ക്രിസ്തു മാർഗം മതബോധനമാണോ നമുക്ക് വേണ്ടത്? അതേ ക്രിസ്തു മാർഗമാണോ വേണ്ടത്? ഈ മതം ഇതും തമ്മിലുള്ള വ്യത്യാസം എന്തുവാ? എന്താണ് മതം? മതത്തിന് എന്താ പ്രശ്നം? നമ്മൾ തിരിച്ചറിയണം മതത്തിൻ്റെ പ്രശ്നം. മതങ്ങൾ ശ്രദ്ധിച്ചു. ഇന്ന് ഞാൻ അങ്കമാലിയിൽ തുടങ്ങി ഇവിടം വരെ യാത്ര ചെയ്തു വന്നപ്പോൾ മതത്തിൻ്റെ പ്രത്യേകത നമുക്ക് കാണാൻ സാധിക്കും. ഓരോ ചർച്ചുകളുടെ സൈഡിലും ഇന്ന് വലിയ വലിയ സ്പീക്കറുകളും വലിയ സ്റ്റേജുകളും വലിയ ആഘോഷങ്ങളും സംഭവങ്ങളൊക്കെ കാണാൻ സാധിക്കും. കാരണം മതത്തിൻ്റെ പ്രത്യേകത അത് ഓണം വന്നാലും ക്രിസ്മസ് വന്നാലും വിഷു വന്നാലും ഈസ്റ്റർ വന്നാലും
ആഘോഷങ്ങളാണ് അതിൻ്റെ പ്രധാനപ്പെട്ട വിഷയം. ആഘോഷമാണ് ഒരു മതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, അല്ലേ? പക്ഷേ മാർഗം എന്ന് പറയുന്നത് അത് ആഘോഷത്തിൻ്റെ അല്ല, അത് നേരെ തിരിച്ചാണ്. അവിടെ ദൈവവചന അടിസ്ഥാനമായി ചില കാര്യങ്ങളുണ്ടാകും, പക്ഷേ ആഘോഷങ്ങളില്ല എന്നല്ല, ആഘോഷങ്ങൾക്കല്ല നമ്മൾ എന്ത് ചെയ്യുന്നത്, ജീവിക്കുന്നത്. അതുപോലെ ചില ആചാരാനുഷ്ഠാനങ്ങൾ ഉണ്ടാകും, ചില റിച്വൽസ് ഉണ്ടാവും, അല്ലേ? ചില ആചാരാനുഷ്ഠാനങ്ങൾ. അതുപോലെ ചില സിമ്പിൾസ് ഉണ്ടാകും, ചില സിമ്പിളുകൾ. ഇപ്പം ക്രിസ്ത്യാനിയുടെ ബേസിക് സിമ്പിൾ എന്ന് പറയുന്നത് ക്രോസ് ആണ്, അല്ലേ? ബേസിക് സിമ്പിൾ നമുക്കറിയാം, ക്രോസ് ആണ്. പക്ഷെ ഇന്ന് കുരിശ് കണ്ടിട്ടല്ല ക്രിസ്ത്യാനിയാണോ തിരിച്ചറിയുന്നത്. മറ്റു പല രൂപങ്ങളും ഫോട്ടോകളും അങ്ങനെ കുറേ കാര്യങ്ങളാണ് ഇന്ന് അതിൻ്റെ പിന്നാലെയാണ്. വളരെ കുറവാണ് കുരിശ് കണ്ട് അത് ക്രിസ്ത്യാനിയാണെന്ന് തിരിച്ചറിയുന്നത്. കാരണം ഇന്ന് കാര്യമായിട്ട് കുരിശിലല്ല, അതിലും അധികമായി കഴിഞ്ഞു. അപ്പോൾ ചില ആചാരങ്ങൾ, ഒരുപാട് ആചാരങ്ങളുണ്ടല്ലേ. മാല ഇട്ടിട്ടാണോ ഇനി ദൈവം പ്രസാദിക്കുന്നത്? വഴിപാട് ചെല്ലിയിട്ടാണോ പ്രസാദിക്കുന്നത്? ഇനി കോഴീനെ അറുത്ത് എടപ്പള്ളി കൊണ്ടുപോയി ഒരു കോഴീനെ വെച്ച് കിട്ടിയാലാണോ ദൈവം പ്രസാദിക്കുന്നത്? അല്ലെങ്കിൽ ഉരുള നേർച്ച നടത്തിയാലാണോ ദൈവം പ്രസാദിക്കുന്നത്? സത്യത്തിൽ നമുക്ക് കൺഫ്യൂഷനാണ്. ഇപ്പോൾ കർത്താവ് പ്രസാദിക്കുന്നത് ഇപ്പോൾ എവിടെയാണെന്നുള്ളത് ക്രിസ്ത്യാനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല. 1000 ചർച്ച ഉണ്ടെങ്കിൽ 10,000 ആചാരങ്ങളാണ്. ഇതിനകത്ത് ഇപ്പോൾ ഏതിലാണ് ദൈവം പ്രസാദിക്കുന്നതെന്ന് അറിയത്തില്ല. ഇന്ന് ഞാൻ ഇങ്ങോട്ട് പോരുന്നതിന് മുൻപ് നമ്മുടെ ഒരു പ്രയർ ഗ്രൂപ്പിൽ വരുന്നൊരു ചേട്ടൻ എനിക്കൊരു വാട്സാപ്പിൽ ഒരു ഓഡിയോ ഇട്ടു. അപ്പോൾ സംഭവം ഇതാണ്, അദ്ദേഹം ബേസിക്കലി കാത്തലിക്കാണ്. അപ്പോൾ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് പ്രയറിന് വരുന്നു, ദൈവവചനത്തെക്കുറിച്ച് പഠിക്കുന്നു, ദൈവവചനം അറിയുന്നു. വചനം പഠിച്ചു കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് മനസ്സിലായി ഈ പറയുന്ന രൂപങ്ങളിലൊന്നും ദൈവമില്ല, ഇതൊന്നും കർത്താവിൻ്റെ അല്ല എന്ന് പുള്ളിക്ക് മനസ്സിലായി. പുള്ളി അത് ചരിത്രപരമായിട്ട് പരിശോധിച്ചു, പഠിച്ചു. അദ്ദേഹം അതെല്ലാം എടുത്ത് മാറ്റി. ഇന്ന് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പ്രത്യേകിച്ച് രൂപങ്ങളില്ല, ആകെ ഉള്ളത് കുരിശ് മാത്രമാണ്, ഒരു ട്രിനിറ്റി ക്രോസ് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിലുള്ളത്. കഴിഞ്ഞ ദിവസം അച്ഛൻ വെഞ്ചിരിക്കാനായിട്ട് ഭവനത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ ഈ പറഞ്ഞ സംഭവം കാണാതായി കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തെ പള്ളിമേടയിലേക്ക് വിളിപ്പിച്ചേക്കും. അപ്പം ഇന്ന് പള്ളിമേടയിലുള്ളൊരു സംസാരത്തിൽ ഉണ്ടായിരുന്ന സംഭവമാണ്. അദ്ദേഹത്തോട് പറഞ്ഞത്, ഇനി നീ ചർച്ചിലില്ല, നിന്നെ ഞങ്ങൾ പുറത്താക്കി, ഇനി ചർച്ചിൻ്റേതായ ഒരു കുദാശയും നീ പങ്കെടുക്കാൻ സാധിക്കില്ല, പള്ളിയിൽ കയറാൻ നിനക്ക് അനുവാദവുമില്ല. അപ്പം ഇദ്ദേഹം പറഞ്ഞു, അത് അച്ഛനല്ലല്ലോ തീരുമാനിക്കണ്ടേ, അതിന് തീരുമാനം എന്ത് കാരണം എന്നുള്ളത് എനിക്ക് പറഞ്ഞു തരണം എന്ന് പറഞ്ഞു. അപ്പം നീ തിരുഹൃദയത്തിൻ്റെ രൂപം വയ്ക്കാതെ ഇനി നീ പള്ളിയിൽ കയറരുത്, നിനക്ക് കൂദാശകളിൽ നിന്ന് നിന്നെ വിലക്കിയിരിക്കുന്നു, തിരുഹൃദയത്തിൻ്റെ ഫോട്ടോ വയ്ക്കാതെ. അതാണ് ഏറ്റവും ബേസിക് ആയിട്ട് തിരുവനന്തപുരം രൂപം വെച്ചേ മതിയാവുള്ളൂ, ഇല്ലെങ്കിൽ വേറെ ഒരു കുദാശ സ്വീകരിക്കാൻ ഇവിടെ ഞാൻ സമ്മതിക്കാം. വചനം അനുസരിച്ച് ജീവിക്കാൻ തിരുവനന്തപുരത്തിന്റെ രൂപം വയ്ക്കുക. ബൈബിൾ എന്ത് പറഞ്ഞു, ഞാൻ ബൈബിളിനാണ് കൂടുതലായി ജീവിക്കുന്നത്. സമയമില്ല, കാരണം എനിക്ക് 100 കാര്യങ്ങളുണ്ട്. പിന്നീട് സാവകാശം പെരുന്നാളൊക്കെ കഴിഞ്ഞാൽ സംസാരിക്കാം. എങ്കിൽ ബേസിക് ആയിട്ട് എനിക്ക് പറയാനുള്ളത് ഈശോയുടെ തിരുഹൃദയത്തിന്റെ ഒരു രൂപം വയ്ക്കുക. ഈശോയുടെ ഫോട്ടോ എവിടെയാ കിട്ടാനുള്ളത്? 22 രൂപ എത്ര എവിടെയുള്ളത്? ഇപ്പം അതൊക്കെ ആരോ വരച്ചല്ലേ, അതൊക്കെ ഈശോ എന്ന് ആർക്കും പറയാം. തർക്കിക്കാനല്ല, കാരണം ഇങ്ങനെയുള്ള ഞാനറിയാം, എന്റെ അറിവ് വചനത്തിൽ പറഞ്ഞിട്ടില്ല, വചനം അനുസരിച്ച് ജീവിക്കാമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ പ്രശ്നം പറഞ്ഞിട്ടാണ് എൻ്റെ അടുത്ത് വന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒറ്റ ചോദ്യം ചോദിച്ചാൽ മതി, ഒന്നെങ്കിൽ കാനോനിക നിയമത്തിലോ അല്ലെങ്കിൽ CCCയിലോ അല്ലെങ്കിൽ ചർച്ച് ലോയിൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഒരു വിശ്വാസി തിരുഹൃദയത്തിൻ്റെ രൂപം വെച്ചില്ലെങ്കിൽ ചർച്ചിൻ്റെ കൂദാശകളിൽ നിന്നും പുറത്താക്കാം എന്നൊരു ഒരു നിയമം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അച്ഛൻ ആ നിയമം അത് ഏത് ആർട്ടിക്കിൾ ഏതിലാണ് അതുള്ളത് എന്നുള്ളത് കൂടി എഴുതി, അതുകൊണ്ട് നിന്നെ ഞാൻ പുറത്താക്കിയിരിക്കുന്നു എന്ന് എഴുതി ഒരു സൈൻ ചെയ്ത് അച്ഛനെ ഇത് വാങ്ങിച്ചെടുക്കുക. ഇത് തരാത്തോടത്തോളം കാലം എനിക്ക് കൂദാശ നിഷേധിക്കാൻ അച്ഛന് അനുവാദമില്ല എന്നൊന്ന് പറഞ്ഞാൽ മതി, ഈ പ്രശ്നം അവിടെ അവസാനിക്കും. പക്ഷേ ഇവിടെ മനുഷ്യനെ ഈ ആചാരങ്ങളിലേക്കും അനുഷ്ഠാനങ്ങളിലേക്കും എങ്ങനെയെങ്കിലും പിടിച്ചു കൊണ്ടുപോകാനുള്ള ഒരു വലിയ ഒരു ശ്രമമാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തുവാകട്ടെ, ശ്രദ്ധിക്കുക, ക്രിസ്തു എന്നുള്ളത് മതമല്ല. ക്രിസ്തു മതം എന്നൊരു സംഭവമില്ല. യഥാർത്ഥത്തിൽ ക്രിസ്തു മാർഗമാണ്. ഇന്ന് ക്രിസ്തു മാർഗം ആർക്കും ഇഷ്ടമല്ല, കാരണം ക്രിസ്തു മാർഗം അപ്പസ്തോലന്മാരുടെ മാർഗമാണ്. അതിന് പ്രധാനപ്പെട്ട വിഷയം എന്നുള്ളത് അത് സഹനങ്ങളുണ്ടാകും, കഷ്ടതകൾ ചിലപ്പോൾ അനുഭവിക്കേണ്ടി വരും, ഈ നാമത്തെ പ്രതി കളിയാക്കലുകളുണ്ടാകും. ആദ്യമായിട്ട് ഞാൻ പ്രാർത്ഥനയ്ക്ക് പോയി, ഞാൻ മദ്യപാനം നിർത്തി, ഞാൻ ഈ പരിപാടിയൊക്കെ എൻ്റേതായിട്ടുള്ള എല്ലാ പ്രവർത്തികളും ഞാൻ മാറ്റിവെച്ച് ഞാൻ ക്രിസ്തുവിലേക്ക് തിരിഞ്ഞൊരു 2-3 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ എന്നെ വിളിക്കാൻ തുടങ്ങി, പാസ്റ്റർ വന്നല്ലോ, തൊട്ടടുത്ത് പാസ്റ്റർ എത്തിയല്ലോ എന്ന്. ആദ്യത്തെ ദിവസമൊക്കെ എനിക്ക് ഭയങ്കര ഇറിറ്റേഷനായിരുന്നു, ഇവനെത്തന്നെ എന്നാ പാസ്റ്റർ എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഈ മതിരിച്ചിട്ട് ഇറക്കാനും വല്ല കഴിച്ചിട്ട് തുപ്പാനും പറ്റത്തില്ല എന്ന് പറയുന്നത്. ഇവനെ തെറി പറയണമെന്നുണ്ട്, പക്ഷെ മാനസാന്തരപ്പെട്ടത് കൊണ്ട് തെറി പറയാനും പറ്റത്തില്ല. എന്നാൽ എനിക്ക് ഈ വിളിയൊട്ട് അങ്ങോട്ട്
ഇഷ്ടപ്പെടുന്നുമില്ല. എനിക്ക് കാര്യമായിട്ട് അതങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. പക്ഷെ പിന്നീട് എനിക്ക് മനസ്സിലായി പാസ്റ്റർ എന്നുള്ള വിളി അത്ര മോശം വിളിയൊന്നുമില്ല. അത് ദൈവദാസനെ വിളിക്കുന്നതാ. അവൻ റെസ്പെക്റ്റോടുകൂടെ അല്ലെങ്കിലും റെസ്പെക്റ്റ് ഇല്ലാതെയാണെങ്കിലും ദൈവം അവനെ കൊണ്ട് വിളിപ്പിക്കുന്നതാ. ചില വിളികൾ അങ്ങനെയാണ്. നമ്മൾ വിചാരിക്കും നമ്മളെ കളിയാക്കിയാണെന്ന്, പക്ഷേ അത് ദൈവം ചെയ്യിപ്പിക്കുന്നതാ. നമ്മൾ ചില കാര്യങ്ങൾ പരിശോധിച്ചാൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. യഥാർത്ഥത്തിൽ യേശുക്രിസ്തുവിൻ്റെ ആ ഒരു പ്രവൃത്തി കഴിയുമ്പോൾ, അതായത് നമ്മൾ യേശുവിൻ്റെ കാൽവരി ക്രൂശിന് തൊട്ടു മുൻപ് ഒരു പാപിനിയായ സ്ത്രീ വന്ന് അവൻ്റെ കാല് കഴുകുന്നുണ്ട്, അവൻ്റെ ശിരസിൽ തൈലം അഭിഷേകം ചെയ്യുന്നൊരു കാര്യമൊക്കെ നമ്മൾ ബൈബിളിൽ വായിക്കുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചോ, യേശുവിനെ പിന്നീട് കാണുന്ന എല്ലാവരും ഇസ്രായേലിൻ്റെ രാജാവേ, ഇസ്രായേലിൻ്റെ രാജാവേ, ഇസ്രായേലിൻ്റെ രാജാവേ എന്നാണ് വിളിക്കുന്നത്. അതായത് പട്ടാളക്കാർ വിളിക്കുന്നുണ്ട്, കളിയാക്കിയാണ് വിളിക്കുന്നത്. അവനൊരു മുൾക്കിരീടം വെച്ചു കൊടുത്ത് അവൻ്റെ മുൻപിൽ താണു വണങ്ങി നീ ഇസ്രായേലിൻ്റെ രാജാവാണെന്ന് പറഞ്ഞ് അവൻ്റെ മുൻപിൽ താണു വണങ്ങി കളിയാക്കുന്നു, മുട്ടുകുത്തുന്നു. ഇങ്ങനെ പല പ്രവൃത്തികൾ നടക്കുന്നുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ക്രിസ്തു ആരാണ്? ഇസ്രായേലിൻ്റെ രാജാവാണ്. പക്ഷെ വിളിക്കുന്നത് മുഴുവൻ കളിയാക്കിയാണ് വിളിക്കുന്നത്. ഇന്ന് നമ്മിൽ പലരെയും പല രീതിയിൽ കളിയാക്കി വിളിക്കുന്നുണ്ട്. ഒരുപക്ഷെ ക്രിസ്ത്യാനി എന്നോ അല്ലെങ്കിൽ പാസ്റ്റർ എന്നോ ഉപദേശി എന്നോ ഏത് വിളിയും വിളിക്കുന്നുണ്ടാകാം. പക്ഷെ നമ്മൾ തിരിച്ച് ചിന്തിച്ച് നോക്കുക, അവനെ കൊണ്ട് ദൈവമാണോ മനുഷ്യനാണോ, എന്ത് ചിന്തയിൽ അവൻ വിളിച്ചാലും ഞാൻ ആരാണ് എന്നൊരു ചിന്ത ദൈവസന്നിധിയിൽ നമുക്കൊരു ചിന്ത ഉണ്ടാകണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായം 9-ാം വാക്യം ഒന്ന് വായിക്കാമോ? 19:9. എന്നാൽ ദുർവാശിക്കാരായ ചിലർ വിശ്വസിക്കാൻ വിസമ്മതിക്കുകയും സമൂഹത്തിന്റെ മുമ്പിൽ ക്രിസ്തുമാർഗത്തെ ദുഷിക്കുകയും ചെയ്തു. അവിടെയും ക്രിസ്തുമാർഗം എന്നാണ് കിടക്കുന്നത് അല്ലേ? ക്രിസ്തുമാർഗം നടക്കുന്നത്. വീണ്ടും 23-ാം വാക്യം ഒന്ന് വായിക്കാമോ ബ്രദറെ? ആയിടെ ക്രിസ്തുമാർഗത്തെ സംബന്ധിച്ച് വലിയ ഒച്ചപ്പാടുണ്ടായി. അവിടെയും ക്രിസ്തുമാർഗം. 22:4 ഒന്ന് വായിക്കാമോ? പെട്ടെന്ന് 4 വചനം ഒന്ന് വായിച്ചു പോകാൻ വേണ്ടിയിട്ടാണ്. പുരുഷന്മാരെയും സ്ത്രീകളെയും ബന്ധിച്ച് കാരാഗ്രഹത്തിൽ അടച്ചുകൊണ്ട് ഈ മാർഗത്തെ നാമാവിശേഷമാക്കത്തക്ക വിധം. അത് ഈ മാർഗം എന്ന് പറഞ്ഞാൽ ക്രിസ്തുമാർഗത്തെ കുറിച്ച് തന്നെ പറയുന്നത്. 22:4 വായിച്ചത്. 24:14 വായിച്ചോ? എന്നാൽ നിന്റെ മുമ്പിൽ ഇത് ഞാൻ സമ്മതിക്കുന്നു, അവർ ഒരു മതവിഭാഗം എന്ന് വിളിക്കുന്ന മാർഗമനുസരിച്ച് ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവത്തെ ഞാൻ ആരാധിക്കുന്നു. ശ്രദ്ധിച്ചോ, ഈ വാക്യം ഒന്ന് ശ്രദ്ധിച്ചോ. അവരൊരു മതവിഭാഗം എന്ന് വിളിക്കുന്ന ഈ മാർഗമനുസരിച്ച്, അതായത് അപ്പസ്തോലൻ ഇത് മതമായി പരിഗണിക്കുന്ന പോലുമില്ല. മറ്റുള്ളവർ വിളിക്കുന്നു, ഇതൊരു മതമാണെന്ന രീതിയിൽ ഇതിനെ പറയുന്നു. പക്ഷേ ഈ മാർഗം, അതാ ലൂക്ക് അവിടെ എഴുതിയിരിക്കുന്നത്, ഈ മാർഗം അനുസരിച്ച്. 24:22 കൂടി ഒന്ന് വായിക്കാം ബ്രദറെ. 24:22. മാർഗത്തെക്കുറിച്ച് കൂടുതൽ നന്നായി അറിയാമായിരുന്ന ഫെലിക്സ് ആകട്ടെ, അതായത് പിന്നെ അങ്ങോട്ട് വിളി വന്നപ്പോൾ അവിടെ മറ്റൊരു ഈ മാർഗം എന്നോ ക്രിസ്തു മാർഗം എന്നോ പോലും പറയുന്നില്ല, മാർഗം എന്ന വാക്ക് മാത്രം ഉപയോഗിക്കുക. കാരണം അവിടെ മാർഗം എന്ന് പറഞ്ഞാൽ ക്രിസ്തു മാർഗം മാത്രമാണ്, അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ പിന്നാലെ പോകുന്ന, യേശു കാണിച്ച വഴിയിലൂടെ പിന്നാലെ പോകുന്നവനെയാണ് മാർഗക്കാരൻ എന്ന് വിളിക്കുന്നത്. അല്ലാതെ മറ്റൊരു വിളിയില്ലാതെ അവസാനിച്ചു. പിന്നെ അങ്ങനെയാണ് അറിയപ്പെടുന്നത്. യഥാർത്ഥത്തിൽ എവിടെയാണ് ക്രിസ്ത്യാനി എന്ന് ആദ്യമായിട്ട് വിളിച്ചത്? എവിടെയാണ് ക്രിസ്ത്യാനി എന്ന് ആദ്യമായിട്ട് വിളിച്ചത്? അപ്പോസ്തല പ്രവൃത്തി 11:26 ഒന്ന് വായിക്കാം ബ്രദറെ. അവനെ കണ്ടുമുട്ടിയപ്പോൾ അന്ത്യോക്യയിലേക്ക് കൂട്ടിക്കൊണ്ടുപോന്നു. 1 വർഷം മുഴുവൻ അവർ അവിടുത്തെ സഭാ സമ്മേളനങ്ങളിൽ പങ്കെടുക്കുകയും വളരെ പേരെ പഠിപ്പിക്കുകയും ചെയ്തു. അന്ത്യോക്യയിൽ വെച്ചാണ് ശിഷ്യന്മാർ ആദ്യമായി ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കപ്പെട്ടത്. അതായത് അതുവരെ ക്രിസ്തു മാർഗമെന്നോ ദൈവത്തിൻ്റെ കൂടെ നടക്കുന്നവർ എന്ന രീതിയിലൊക്കെയാണ് അവർ അറിയപ്പെട്ടിരുന്നത്. പക്ഷെ അന്ത്യോക്യയിൽ വെച്ച് ക്രിസ്ത്യാനി എന്ന പേരിൽ അവരറിയപ്പെടാൻ തുടങ്ങി. യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനി എന്ന പേരിലല്ല, അത് കളിയാക്കി വിളിച്ചതാണെന്ന് നമുക്ക് അറിയണമെങ്കിൽ അപ്പോസ്തല പ്രവൃത്തി 26-ാം അധ്യായം അതിൻ്റെ 28 വാക്യം നമുക്കൊന്ന് വായിക്കാം. 26:28. അപ്പോൾ അഗ്രിപ്പ പൗലോസിനോട് പറഞ്ഞു, എളുപ്പത്തിൽ എന്നെ ക്രിസ്ത്യാനിയാക്കാമെന്നാണോ? ശ്രദ്ധിക്കണേ, അഗ്രിപ്പ രാജാവിന് മുമ്പിൽ പൗലോസ് എന്തിനാ പോയിരിക്കുന്നത്? സുവിശേഷം പ്രഘോഷിക്കാനാണ്. അപ്പൊ പൗലോസ് ചങ്ങലകളാൽ ബന്ധനസ്ഥനാണ്. ഇങ്ങനെ ബന്ധനസ്ഥനായി നിൽക്കുന്ന പൗലോസ് രാജാവിനോട് ചോദിക്കുക, രാജാവ് പൗലോസിനോട് ചോദിക്കുക, അല്ലയോ പൗലോസ്, നീ എന്നെ ക്രിസ്ത്യാനി ആക്കാമെന്നാണോ വിചാരിക്കുന്നത്? ഇത് അഗ്രിപ്പ കളിയാക്കി ചോദിക്കുന്നതാണ്. അതായത് നീ ഒരു ക്രിസ്ത്യാനിയാണ്,
നീ ക്രിസ്ത്യാനി ആയതിനാൽ നീ ഇവിടെ വന്ന് നിൽക്കുക. ഇപ്പോൾ എൻ്റെ മുൻപിൽ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട് ഇവിടെ വന്ന് നിൽക്കുക. എന്നിട്ട് തിരിച്ചു ചോദിക്കുകയാണ്, ഇതുപോലെ ക്രിസ്ത്യാനിയാക്കാനാണോ നീ എന്നെ ഉദ്ദേശിക്കുന്നത്? ഞാൻ പറഞ്ഞ വിഷയം മനസ്സിലായോ? അതായത് അഗ്രിപ്പായെ സംബന്ധിച്ച് ഈ ക്രിസ്ത്യാനി എന്നുള്ളത് എന്തോ നാണം കെട്ട വിഷയമായിട്ടാണ് അവൻ വിചാരിക്കുന്നത്, എന്തോ മോശപ്പെട്ട കാര്യമായിട്ടാണ്. കാരണം കുറേ ആളുകൾ ഒരു മനുഷ്യനെ പിടിച്ച് ദൈവമാക്കുന്നു, അതിൻ്റെ പിന്നാലെ പോകും. അതുകൊണ്ട് ഇവരെന്തോ മോശപ്പെട്ടവരാണെന്ന് ചിന്തിച്ചിരുന്നവരാണ് ഒരു പരിധി ഉണ്ടായിരുന്ന മിക്ക ആളുകളും. നമ്മൾ ഈ ക്രിസ്ത്യാനി എന്ന വാക്ക് എങ്ങനെ ഉണ്ടായി എന്നും കൂടി ചിന്തിച്ചിട്ട് മറ്റൊരു കാര്യത്തിലേക്ക് നമ്മൾ കടന്നു പോകാം. ക്രിസ്ത്യാനി എന്ന വാക്ക് യഥാർത്ഥത്തിൽ 3 വാക്ക് കൂടിയതാണ് ക്രിസ്ത്യാനി എന്ന് പറയുന്നത്. ഈ ആശയം വരുന്നത് യഹൂദൻ്റെ ആശയമാണ്. ക്രിസ്തു എന്നുള്ളത്, മിശിഹ എന്നുള്ളത് ആരുടെ ആശയമാണ്? ആരുടെ പ്രത്യാശയാണ്? അവിടെ ഉണ്ടായിരുന്ന മറ്റാർക്കും ക്രിസ്തു എന്നൊരു പ്രത്യാശയില്ല. ഒരു മിശിഹ എന്ന പ്രത്യാശ യഹൂദിന് മാത്രമേ ഉള്ളൂ. യഹൂദൻ്റെ പ്രത്യാശയാണ് ക്രിസ്തു. ഇനി ഈ വാക്ക് ക്രിസ്തു എന്ന വാക്ക് ശരിക്കും ഗ്രീക്ക് വാക്കാണ് ക്രിസ്തു എന്ന് നമ്മൾ കാണുന്നത്. യഥാർത്ഥത്തിൽ കുരിയോസ് എന്ന് പറയുന്ന ആ വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ക്രിസ്ത്യാനോസ് എന്നാണ് ആദ്യമായിട്ട് വിളിക്കുന്നതിൻ്റെ ഇംഗ്ലീഷ് വെർഷൻ. അതിൻ്റെ തന്നെ മലയാളം വെർഷൻ ക്രിസ്ത്യാനി എന്ന് പറയുന്ന യാനി എന്ന് പറയുന്ന ആ ഒരു വാക്ക്, അല്ലെങ്കിൽ നോസ് എന്ന് പറയുന്ന ക്രിസ്ത്യാനോസ് എന്ന് പറയുന്ന സംഭവം ലാറ്റിൻ വേർഡാണ്. അതായത് ഒരു യഹൂദ മതത്തിൻ്റെ വിശ്വാസമായ ക്രിസ്തു ഗ്രീക്ക് പദമായ ആ വേർഡ് എടുത്ത് അതിലേക്ക് ഒരു ലാറ്റിൻ പദം കൂടി ചേർത്ത് ക്രിസ്ത്യാനി എന്ന് പറഞ്ഞ് കളിയാക്കി വിളിച്ചതാണ്. പക്ഷെ ഇന്ന് നമുക്ക് അഭിമാനത്തോടൊരു പറയാം, ഞാൻ ക്രിസ്തുവിൻ്റെ അനുയായിയാണ്. യേശു പറഞ്ഞ ഒറ്റ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം തൻ്റെ കുരിശുമെടുത്ത് എൻ്റെ പിന്നാലെ വരട്ടെ. അതുമാത്രം ഇന്ന് ക്രിസ്ത്യാനിക്ക് വേണ്ട. ബാക്കിയെല്ലാം ഓക്കെ, ആചാരമൊക്കെ, അനുഷ്ഠാനമൊക്കെ, ആഘോഷങ്ങളൊക്കെ, സകലതും നമുക്കൊക്കെ. നമുക്ക് മാലയിടാം, പരിപാടികളൊക്കെ നടത്താം, എല്ലാ അഭ്യാസ കളികളും നമുക്കിഷ്ടമാണ്. പക്ഷെ ക്രിസ്തു പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട വിഷയം കുരിശ്, അത് മാത്രം എനിക്ക് വേണ്ട. കർത്താവെ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകറ്റണമേ. ഈ ഒരൊറ്റ പാനപാത്രം മാത്രം ഇന്ന് ക്രിസ്ത്യാനിക്ക് താല്പര്യമില്ല. പക്ഷെ കർത്താവ് പറഞ്ഞതാ, എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ അവന് ആ കുരിശെടുക്കാനേ പറ്റത്തുള്ളൂ. ഞാൻ ഇന്ന് ആ പറയുന്ന എൻ്റെ സുഹൃത്ത്, നമ്മുടെ ആ ഒരു ബ്രദർ ആ ചർച്ചിൽ വിളിച്ച് നിർത്തി അദ്ദേഹത്തെ കളിയാക്കി, നീ ഒരു വീടിൻ്റെ അകത്ത് തിരുഹൃദയത്തിൻ്റെ ഫോട്ടോ വെച്ചില്ലെങ്കിൽ സഭയിൽ നിന്നും പുറത്താക്കുമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ആരെ പ്രതി അവഹേളനം അനുഭവിക്കുന്നേ? ക്രിസ്തുവിൻ്റെ വചനത്തെ പ്രതി, യഥാർത്ഥ ക്രിസ്തുവിൻ്റെ അനുയായി അതിനെ പ്രതി അദ്ദേഹം എന്ത് ചെയ്യുക? കഷ്ടത അനുഭവിക്കുക. യേശുക്രിസ്തുവിനെ തൂക്കാൻ വിധിച്ചത് ആരാണ്? പീലാത്തോസാണ്, അല്ലേ? പീലാത്തോസിൻ്റെ മുൻപിൽ പല കാര്യങ്ങൾ ഈ പറയുന്ന യഹൂദ പ്രമാണികൾ കൊണ്ടുവന്ന് വെച്ചു. പക്ഷെ പീലാത്തോസ് അവിടെ മുഴുവൻ നീതിയായി വളരെ ധൈര്യത്തോടു കൂടെ പീലാത്തോസ് പറഞ്ഞു, ഈ മനുഷ്യനിൽ ഞാനൊരു കുറ്റവും കാണുന്നില്ല, ഇവനെ ശിക്ഷിക്കാൻ കഴിയത്തില്ല, ഇത് നടക്കത്തില്ല. അന്നുണ്ടായിരുന്ന സന്നദ്ധ സംഘത്തിൻ്റെ സകല നിയമങ്ങളും ഭേദിച്ച്, സകല അതിർവരമ്പുകളും ഭേദിച്ച് യേശുവിനെ വിചാരണ ചെയ്ത് യേശുവിനെ ക്രൂശിക്കാൻ വിട്ടുകൊടുക്കുന്നതിന് മുൻപ് അതിന് രക്ഷപ്പെടുത്താൻ, അത് മാറ്റാൻ പീലാത്തോസ് ആവും വിധം ശ്രമിച്ചു. പക്ഷേ അവിടെയെല്ലാം പീലാത്തോസ് പരാജയപ്പെട്ടു. അവസാനം പീലാത്തോസ് കൈ കഴുകിയിട്ട് പറഞ്ഞു, ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല. പക്ഷെ നീതിമാനായിട്ട് പോലും യേശു ക്രൂശിക്കപ്പെട്ടു. വിചാരണ ചെയ്യപ്പെടുന്ന വ്യക്തി, വിചാരകൻ നീതിമാനാണെന്ന് പറഞ്ഞിട്ട് പോലും അവൻ ക്രൂശിക്കപ്പെട്ടു. ഇന്ന് ക്രിസ്ത്യാനിയുടെ അവസ്ഥയും മോശമല്ല. നമുക്ക് പ്രതികൂലമായി വരുന്ന വ്യക്തികളെ നിങ്ങൾ ശ്രദ്ധിച്ചോ, ആ വ്യക്തിക്ക് അറിയാം ഇവൻ നിഷ്കളങ്കനാണ്, ഇവൻ പണ്ട് മദ്യപാനിയായിരുന്നു, ഇവൻ പണ്ട് തിന്മ നിറഞ്ഞവനായിരുന്നു, ഇന്ന് ദൈവത്തെ അറിഞ്ഞു, യേശുവിനെ അറിഞ്ഞു, ദൈവത്തിൻ്റെ വചനം അറിഞ്ഞു, ഇവൻ മാനസാന്തരപ്പെട്ടു, പഴയ പാപത്തിൽ നിന്ന് മാറി. പക്ഷേ പീഡയ്ക്ക് ഒരു കുറവുമില്ല. അപ്പം നീ മനസ്സിലാക്കണം, നീ യഥാർത്ഥ ക്രിസ്ത്യാനിയാണ്. നിന്നെ കളിയാക്കി വിളിച്ചാലും നിന്നെ യഥാർത്ഥമായി വിളിച്ചാലും ആ പേരിന് ഞാൻ അർഹനാണ്. ഒരു കാര്യം കൂടി കൂട്ടിച്ചേർത്ത് പറയുകയാണേ, നിനക്ക് ഒരു പീഡയും ഈ നാമത്തിൻ്റെ മേലില്ല. ഒരു വ്യക്തി പോലും ക്രിസ്ത്യാനി എന്ന് നിന്നെ വിളിക്കുന്നില്ല. ഒരാൾ പോലും യേശുവിൻ്റെ നാമത്തിൽ നിന്നെ അവഹേളിക്കുകയോ ഒരു പ്രശ്നവും നിനക്കില്ലെങ്കിൽ നീ ക്രിസ്ത്യാനി അല്ല, നീ യേശുവിൻ്റെ അനുയായി അല്ല. ഒരൊറ്റ വ്യക്തി പോലും ആ നാമത്തിൽ നിന്നെ അവഹേളിക്കുകയോ നിന്നെ തിരിച്ചറിയുകയോ ചെയ്യുന്നില്ലെങ്കിൽ
നമ്മൾ ക്രിസ്ത്യാനിയല്ല. നമുക്ക് എവിടെയോ ഒരു പ്രശ്നമുണ്ട്. കാരണം ആ മാർഗത്തിൽ ചരിച്ചിരുന്ന സകലരെയും കൊല്ലാൻ നോക്കിയ ചരിത്രമാണ് 1-ാം നൂറ്റാണ്ട് മുതൽ ഈ 20-ാം നൂറ്റാണ്ട് വരെ. ഇന്ന് 21-ാം നൂറ്റാണ്ടിൽ നമ്മൾ നടക്കുമ്പോഴും ഇത് തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. യേശുവിൻ്റെ നാമം യഥാർത്ഥമായി ആരെടുത്തു വയ്ക്കുന്നു അവൻ പീഡയേൽക്കുന്നുണ്ട്. നോർത്തിൽ സ്ഥിതി മോശമാണോ? ആണോ? ഈ ഇടയ്ക്ക് നമ്മൾ എത്രയോ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു അല്ലേ? എല്ലാ സ്ഥലത്തും മോശമല്ല. യേശുവിൻ്റെ നാമത്തെ പ്രതി എത്രയോ വീഡിയോകളാണ് നോർത്തിൽ നിന്നൊക്കെ വരുന്നത്. യേശുവിൻ്റെ നാമം പറഞ്ഞതുകൊണ്ട് കഴിഞ്ഞ ദിവസം ഗർഭിണിയായ ഒരു സ്ത്രീയെയും ആ സ്ത്രീയുടെ ഭർത്താവായ പാസ്റ്ററേയും തല്ലുന്നൊരു വീഡിയോ വന്നിട്ടുണ്ട്. യേശുവിൻ്റെ നാമത്തെ പ്രതി പൂർണ്ണ ഗർഭിണിയാ സ്ത്രീ. ഒന്ന് ആലോചിച്ച് നോക്കുക അവസ്ഥകൾ. നമ്മളിപ്പോഴും സുഖിച്ച് ഉറങ്ങി സന്തോഷിച്ച് പുട്ടുമടിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് ആഘോഷങ്ങളും ആചാരങ്ങളൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ പോവുക. നമ്മൾ സ്വയം ചിന്തിക്കണം, ഞാൻ ക്രിസ്ത്യാനിയാണോ? ഞാൻ ഈ ആചാരങ്ങളുടെ മാത്രം പിന്നാലെ പോകുമ്പോൾ ഞാൻ ക്രിസ്തുവിൻ്റെ കൂടെയാണോ എന്ന് സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കുക. യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിൻ്റെ മുകളിൽ ഒരു വാക്ക് ഇങ്ങനെ എഴുതി വെച്ചു, ഇവൻ ഇസ്രായേലിൻ്റെ രാജാവ്. ഇത് 3 ഭാഷയിൽ എഴുതി വെച്ചു എന്നാണ് പറയുന്നത്. 3 ഭാഷയിൽ, ഗ്രീക്കിലും ലാറ്റിനിലും ഹീബ്രുവിലും എഴുതിയെന്നാണ് വ്യക്തമായിട്ട് സുവിശേഷത്തിൽ പറയുന്നത്. യോഹന്നാൻ സുവിശേഷം 19-ാം അധ്യായം അതിൻ്റെ 19-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. പീലാത്തോസ് ഒരു ശീർഷകം എഴുതി കുരിശിന് മുകളിൽ വെച്ചു. അതിങ്ങനെയായിരുന്നു, നസ്രായനായ യേശു യഹൂദരുടെ രാജാവ്. യേശുവിനെ ക്രൂശിച്ച സ്ഥലം പട്ടണത്തിന് സമീപസ്ഥമായിരുന്നതിനാൽ യഹൂദരിൽ പലരിലും ആ ശീർഷകം വായിച്ചു. അത് ഹെബ്രായിലും ലത്തീനിലും ഗ്രീക്കിലും എഴുതപ്പെട്ടിരുന്നു. അത് ഹെബ്രായിലും ഗ്രീക്കിലും ലാറ്റിനിലും അത് എഴുതപ്പെട്ടിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചോ? നേരത്തെ ഞാൻ പറഞ്ഞ ക്രിസ്ത്യാനി എന്ന വാക്കിനും ഈ ഒരു സാമ്യമുണ്ട്. അത് ഹെബ്രായൻ്റെ യഹൂദ വിശ്വാസിയുടെ ഒരു വിശ്വാസമാണ് ക്രിസ്തു. അതിൽ ഗ്രീക്ക് വാക്കായ ക്രിസ്തു എന്ന വാക്കും ലാറ്റിൻ വേർഡുമാണ് അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്, ക്രിസ്ത്യാനി എന്ന വാക്ക്. ഇന്ന് നിന്റെ ശിരസിൻ്റെ മുകളിൽ ഈ നാമം എഴുതി വച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ചറിയുക, അതിൻ്റെ കൂടെ ഒരു കുരിശും കൂടി ഉണ്ട്. ഈ കുരിശ് നമ്മുടെ കൂടെ ഇല്ലെങ്കിൽ അത് എഴുതി വച്ചിരിക്കുന്നത് വെറുതെ ഒരു കാര്യമില്ലാതെ എഴുതി വച്ചിരിക്കുന്നത്. ഇന്ന് പല സ്ഥലത്തും നമുക്കറിയാം നശിച്ച് നാശോന്മുഖമായി കിടക്കുന്ന ചില കംഫർട്ട് സ്റ്റേഷനുകളുണ്ട് അല്ലേ? ഏതെങ്കിലും വിസിറ്റിംഗ് സ്ഥലങ്ങളിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ, ഏതെങ്കിലും ടൂറിസ്റ്റ് പ്ലേസുകളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാം ചില ബോർഡുകൾ ടോയ്ലറ്റ് എന്നൊക്കെ പറഞ്ഞ് എഴുതി വച്ചിരിക്കുന്നത് കാണാം. നമ്മളൊരു ആശ്വാസം തേടി ഒന്ന് യൂറിൻ പാസ് ചെയ്യാനായിട്ട് നമ്മളവിടെ ചെല്ലുമ്പോഴാണ് മനസ്സിലാക്കുന്നത് അവിടെ ഒരു കാട് പിടിച്ച ഒരു കെട്ടിടം മാത്രമേ ഉള്ളൂ, കാര്യം നടക്കാൻ ഒരു സാധ്യതയുമില്ല എന്ന്. ഇന്ന് നമ്മുടെ നെറ്റിയിൽ എഴുതിയിരിക്കുന്ന ഈ വാക്ക് ഇതിന് തുല്യമാണോ എന്ന് നമ്മളൊന്ന് പരിശോധിച്ച് നോക്കുക. അതായത് നീ ഒരു മൂത്രമൊഴിക്കുന്ന ഒരു മൂത്രപ്പുരയ്ക്ക് പോലും ഉപകരിക്കാൻ പറ്റാത്ത തലത്തിലാണോ ക്രിസ്തുവിന് ഇന്ന് ഞാനെന്ന് സ്വയം ഒന്ന് പരിശോധിച്ച് നോക്കുക. അതല്ലാത്ത വിധം എൻ്റെ യേശുവിന് നമ്മളെ കൊണ്ട് എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടാവും. യേശുവിന് എന്നെ കൊണ്ട് എന്ത് ഉപകാരമാണുള്ളേ? ഞാൻ കർത്താവിൻ്റെ അടുത്ത് 1000 വിഷയം പറയാനുണ്ട് അല്ലേ? 1000 അല്ല, ചിലത് തീരത്തില്ല. ഇങ്ങോട്ട് വാങ്ങാനുള്ളത് മാത്രമേ ഉള്ളൂ. കർത്താവിന് വേണ്ടി എനിക്ക് അങ്ങോട്ട് എന്തെങ്കിലും കൊടുക്കാൻ സാധിച്ചോ? എൻ്റെ യേശുവിന് വേണ്ടി അങ്ങോട്ട് എന്തെങ്കിലും എനിക്ക് കൊടുക്കാൻ സാധിച്ചോ? സത്യത്തിൽ ഈ വിളി കളിയാക്കിയാണെങ്കിലും ഒറിജിനലാണെങ്കിലും പീലാത്തോസിൻ്റെ മുമ്പിൽ ഈ പറയുന്ന യഹൂദ പ്രമാണികൾ ചെന്നിട്ട് പറഞ്ഞു, അത് ശരിയല്ല, അവൻ ഇസ്രായേലിലെ രാജാവെന്നല്ല എഴുതേണ്ടത്, അവൻ അങ്ങനെ അവകാശപ്പെട്ടു എന്ന് എഴുതിക്കോ. യേശു ഞാൻ ഇസ്രായേലിലെ രാജാവാണെന്ന് സ്വയം അവകാശപ്പെട്ടു എന്ന് എഴുതിക്കോ. ഇങ്ങനെ എഴുതാൻ പറ്റത്തില്ല. പീലാത്തോസ് ഇവരുടെ നിർബന്ധത്തിന് വഴങ്ങി സ്വന്തം രാജ്യസ്ഥാനം പോകും, അധികാരം നഷ്ടപ്പെടുമെന്ന് കണ്ടപ്പോഴാണ് യേശുവിനെ ക്രൂശിക്കാൻ വിട്ടുകൊടുത്തിട്ട് കൈ കഴുകി മാറിയുന്നത്. പക്ഷെ ഈ കാര്യത്തിൽ പീലാത്തോസ് ആണിൻ്റെ സ്വഭാവം കാണിച്ചു അല്ലേ? പീലാത്തോസ് പറഞ്ഞെന്നാ, ഞാൻ എഴുതിയതാണ്, എനിക്ക് ഒരൊറ്റ തന്തയുള്ളൂ, ഞാൻ എഴുതിയത് എഴുതി തന്നെയാണ്. പക്ഷെ യേശുവിനെ ക്രൂശിച്ച കാര്യത്തിൽ അതില്ല. യേശുവിനെ ക്രൂശിക്കുന്ന കാര്യത്തിൽ ഈ പറയുന്ന ഡയലോഗ് നമുക്കിവിടെ കാണാൻ പറ്റുമോ? പീലാത്തോസ് ഇവനിൽ ഞാനൊരു കുറ്റവും കാണുന്നില്ല, അതുകൊണ്ട് ഞാനിവനെ വെറുതെ വിടുന്നു ആണോ? അല്ല, നിങ്ങളുടെ നിയമം കൊണ്ട് ശിക്ഷിച്ചു കൊള്ളുക. ഇവനിൽ ഞാനൊരു കുറ്റവും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ അതേ പീലാത്തോസ് നിങ്ങളുടെ നിയമത്താൽ ഇവനെ ശിക്ഷിക്കുക. എന്നിട്ട് റോമൻ നിയമത്തിൽ തന്നെ യേശുവിനെ
ക്രൂശിക്കാൻ വിട്ടുകൊടുക്കുകയും ചെയ്തു. ശ്രദ്ധിക്കുക, ഇത്രയും കാര്യം ചെയ്ത പീലാത്തോസ് ഈ പേരിൻ്റെ കാര്യത്തിൽ വന്നപ്പോൾ സ്റ്റേണായിട്ട് പറയുക, ഞാൻ എഴുതിയത് തന്നെയാണ്, അത് മായ്ക്കാനൊന്നും ഇനി നീ വരണ്ട. അത് പറയാൻ പീലാത്തോസ് ഒരു ധൈര്യം കാണിച്ചു. കാരണം അത് പീലാത്തോസിനെ കൊണ്ട് എഴുതിപ്പിച്ചൊരു സ്വർഗമുണ്ട്, അത് പീലാത്തോസിനെ കൊണ്ട് എഴുതിപ്പിച്ചൊരു ദൈവമുണ്ട്. അത് മാറ്റാൻ പീലാത്തോസ് വിചാരിച്ചാലും നടക്കത്തില്ല. ഇന്ന് നിന്റെ ശിരസിൽ നിന്നെ വെളിപ്പേരായി ക്രിസ്ത്യാനി എന്നൊരു നാമം വായിക്കുന്നുണ്ടെങ്കിൽ, ഒരുവനത് അറിയുന്നുണ്ടെങ്കിൽ, ആ വെളിപ്പേരിട്ടത് നീയല്ല, ദൈവമാണ്. പക്ഷെ ആ വിളിക്കൊത്തവണ്ണം പ്രവർത്തിക്കാൻ നമ്മൾ തയ്യാറാകണം. എനിക്ക് ഒറ്റ റിക്വസ്റ്റ് നിങ്ങളേ ഉള്ളൂ. യേശുവിൻ്റെ നാമത്തിൽ നീ അറിയപ്പെടുന്നുവെങ്കിൽ, യേശുവിൻ്റെ അനുയായിയായി നീ അറിയപ്പെടുന്നുവെങ്കിൽ, നിന്നെക്കുറിച്ച് മറ്റുള്ളവർക്ക് പറയാൻ കഴിയണം, അവൻ ക്രിസ്ത്യാനിയാണ്, അവൻ യഥാർത്ഥ ക്രിസ്തുവിൻ്റെ അനുയായിയാണ്. അതിനുവേണ്ടി, ക്രിസ്തുവിന് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്തത് നമ്മുടെ കൂടെ ഉണ്ടാകണം.